ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓണമൊക്കെ വന്നല്ലോ. ഓണമായാലും വിഷു ആയാലും അതുപോലെ പിറന്നാളായാലും കല്യാണമായാലും ഉത്സവമായാലും ഒക്കെ നമ്മുടെ സദ്യയുടെ കൂടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് നമ്മുടെ പായസം എന്ന് പറയുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതുമാണ് പായസം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് പായസമാണ്, അടപ്പായസമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കേട്ടോ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അടപ്പായസമാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഈ അടപ്പായസം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1.5 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പായസം തയ്യാറാക്കുമ്പോൾ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ തന്നെ തയ്യാറാക്കാം. എന്നിട്ട് പാല് നമുക്ക് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. പാത്രം കുറച്ച് ചെറുതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് തൂവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അടുത്ത് നിന്ന് തന്നെ ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡബിൾ ഹോസിൻ്റെ പാലടയാണ്. പാലട പായസം മിക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഞാൻ 1.5 ലിറ്റർ പാലിലേക്കാണ് ചേർത്ത് തിളപ്പിച്ചെടുക്കുന്നത്. നമുക്ക് ഈ മിക്സ് ഉപയോഗിച്ചിട്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പായസം തയ്യാറാക്കുകയും ചെയ്യാം. വേറെ കൂട്ടുകളൊന്നും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. ഇനിയിപ്പോൾ അതാ ഇവിടെ പാലൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ പായസ മിക്സ് ഉണ്ടല്ലോ, അടയുടെ ഈ പായസ മിക്സ് പൊട്ടിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. പാലായതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത് നിന്ന് തന്നെ ഇളക്കി കൊടുക്കണം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ തിളച്ച് തൂവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അട നമുക്കിതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 30 മിനിറ്റ് നേരമെങ്കിലും വേവിക്കണം. നമ്മുടെ പാലൊക്കെ ഒന്ന് കുറുകി അടയൊക്കെ നന്നായിട്ട് വെന്തിട്ട് വരുന്ന വരെ തന്നെ ഇളക്കി കൊടുക്കുക. സാധാരണ അടയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് തിളച്ച വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുക്കുകയോ അല്ലെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതാ പാലൊക്കെ നന്നായിട്ട് തിളച്ച് അടയൊക്കെ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഏകദേശമൊക്കെ നന്നായിട്ട് കുറുകിയിട്ട് വന്നിട്ട് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി കുറുകിയിട്ട് വരുന്നതാണ്. ഗ്യാസ് ഞാൻ ഇവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസം കുറച്ചും കൂടി ടേസ്റ്റി ആക്കുന്നതിന് വേണ്ടിയിട്ട് നെയ്യും കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് വേണ്ടവർ മാത്രം ചെയ്താൽ മതി. നെയ്യും കാഷ്യൂ നട്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ പായസത്തിലൊക്കെ അത് കടിക്കാൻ കിട്ടുമ്പോൾ പായസം കുടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പായസം മിക്സിൽ ഓൾറെഡി ഉണ്ടാവും. പക്ഷേ കൂടുതലായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കഴിക്കണമെന്നുള്ളവർക്ക് നമുക്ക് ഇതുപോലെ തന്നെ നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യിലാണ് ഈ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ വറുത്തെടുത്തിരിക്കുന്നത്. അതും കൂടി നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ പായസത്തിന് ഇരട്ടി രുചിയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പായസമാണ്. ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസം കൂടിയാണ് ഇത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം കുടിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് വെച്ചാൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് കുറുകിയിട്ട് വന്നിട്ടുണ്ട്. തണുക്കുമ്പോൾ നമ്മുടെ പായസം എങ്ങനെയായാലും കുറുകി വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു.